വിദേശികളെ ബാധിക്കുന്ന ഒട്ടേറെ ചട്ടങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പുതിയ താമസ നിയമം കുവൈത്ത് ഭരണകൂടം അടുത്തിടെ പാസാക്കിയിരുന്നു. ഞായറാഴ്ച മുതൽ ഇവ നിലവിൽ വരികയും ചെയ്തു. ചട്ടം ലംഘിക്കുന്നവർക്ക് കനത്ത പിഴ ഈടാക്കാൻ വ്യവസ്ഥയുള്ളതാണ് നിയമം. അതുകൊണ്ട് തന്നെ കുവൈത്തിൽ താമസിക്കുന്ന പ്രവാസികൾ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. റെസിഡൻസി പെർമിറ്റ് ഇല്ലാത്തവരും പുതുക്കാത്തവരും കുടുങ്ങും. ആദ്യത്തെ ഒരു മാസം ഓരോ ദിവസത്തിനും 2 കുവൈത്ത് ദിനാർ വീതമാകും പിഴ. ആദ്യ മാസം കഴിഞ്ഞാൽ പിഴ 4 ദിനാറായി ഉയരും. പരമാവധി പിഴത്തുക 1200 ദിനാർ ആയിരിക്കും. കാലാവധി കഴിഞ്ഞ റെസിഡൻസി പെർമിറ്റ് പുതുക്കാത്ത വീട്ടുജോലിക്കാർക്ക് ഓരോ ദിവസം 2 ദിനാർ വീതം പിഴയുണ്ടാകും. പരമാവധി 600 ദിനാറും. പ്രസവം കഴിഞ്ഞ് 4 മാസത്തിന് ശേഷവും കുഞ്ഞിന്റെ ജനന രജിസ്ട്രേഷൻ നടത്തിയില്ലെങ്കിൽ 2 ദിനാർ വീതം പ്രതിദിനം പിഴ ഈടാക്കും. 1 മാസമായിരിക്കും ഈ പിഴയുടെ കാലാവധി. 1 മാസം കഴിഞ്ഞാൽ പ്രതിദിന പിഴ 4 ദിനാറായി ഉയരും. പരമാവധി പിഴ 2000 ദിനാർ ആയിരിക്കും. താൽക്കാലിക താമസ പെർമിറ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കിയില്ലെങ്കിൽ 2 ദിനാർ വീതം ഓരോ ദിവസവും പിഴ ഈടാക്കും. പരമാവധി 1200 ദിനാറും. വിസിറ്റ് വിസക്കാർ കാലാവധി കഴിഞ്ഞിട്ടും കുവൈത്തിൽ താമസിച്ചാൽ ഓരോ ദിവസവും 10 ദിനാർ വീതം പിഴ ഈടാക്കും. പരമാവധി പിഴയായി 2000 ദിനാർ ചുമത്തും. 10 ലക്ഷത്തോളം ഇന്ത്യക്കാർ കുവൈത്തിലുണ്ട് എന്നാണ് കണക്ക്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുന്ന രാജ്യം കൂടിയാണ് കുവൈത്ത്. കുവൈത്തിലെ പിഴ സംഖ്യ രൂപയിൽ കണക്കാക്കുമ്പോൾ വലിയ വ്യത്യാസം തന്നെ ഉണ്ടാകും. കാരണം ലോകത്ത് ഏറ്റവും മൂല്യമുള്ള കറൻസിയാണ് കുവൈത്ത് ദിനാർ. 278.19 രൂപയാണ് ഒരു കുവൈത്ത് ദിനാറിന്റെ ഇന്നത്തെ മൂല്യം. കുവൈത്തുമായി സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുമുണ്ട്. 43 വർഷത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം കുവൈത്ത് സന്ദർശിച്ചത് ഇതിന്റെ ഭാഗമാണ്. നരേന്ദ്രമോദിക്ക് മുൻപ് ഇന്ദിരാഗാന്ധിയാണ് കുവൈത്ത് സന്ദർശിച്ച പ്രധാനമന്ത്രി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തമാക്കാൻ മോദിയുമായുള്ള ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. ഇന്ത്യ ക്രൂഡ് ഓയിലിനു വേണ്ടി ആശ്രയിക്കുന്ന 6ാമത്തെ രാജ്യമാണ് കുവൈത്ത്. സഹകരണം ശക്തമാണെങ്കിലും നിയമം ലംഘിച്ചുള്ള നിരവധി ഇന്ത്യക്കാരെ കുവൈത്ത് നാടുകടത്തിയിട്ടുണ്ട്. ട്രാഫിക്, താമസ, വിസ നിയമം ലംഘിക്കുന്നവരെ പിടികൂടാൻ കുവൈത്ത് ഭരണകൂടം പ്രത്യേക ക്യാമ്പയിൻ തന്നെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വിസ, റെസിഡൻസി പെർമിറ്റ് കാലാവധി കഴിയുന്ന തീയതി പരിശോധിച്ച് രേഖകൾ ശരിപ്പെടുത്താൻ പ്രവാസികൾ ജാഗ്രത പാലിക്കണം. 10 ലക്ഷത്തോളം ഇന്ത്യക്കാർ താമസിക്കുന്ന രാജ്യമാണ് കുവൈത്ത്. ഇതിലേറെയും മലയാളികളാണ്. സമീപകാലത്ത് കടുത്ത അച്ചടക്ക നടപടികൾ സ്വീകരിക്കുകയാണ് കുവൈത്ത്. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ തടയാൻ കുവൈത്ത് ഭരണകൂടം പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നുമുണ്ട്. ചട്ടം ലംഘിച്ച് കുവൈത്തിൽ താമസിക്കുന്നവരെ പിടിക്കാനും നാടുകടത്താനുമെല്ലാം സ്വീകരിക്കുന്ന നടപടികൾ ദിനേന വാർത്തയാവുകയാണ്. അതിനിടെയാണ് ചട്ടം ലംഘിക്കുന്നവർക്ക് ഉയർന്ന പിഴത്തുക ചുമത്താൻ കുവൈത്ത് തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും പിഴ കൂടിക്കൂടി വരുന്ന രീതിയിലാണ് ഇവ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാസികൾ നിയമവിരുദ്ധമായി കുവൈത്തിൽ താമസിക്കുന്നുവെങ്കിൽ രേഖകൾ ശരിപ്പെടുത്താനുള്ള ശ്രമം ഉടൻ തന്നെ ആരംഭിച്ചോളൂ.